നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 27, 2026 ചൊവ്വ. അങ്ങനെ ലോങ് ആയിട്ടുള്ള ഒരു വീക്കെൻഡിന് ശേഷം നമ്മൾ ഇന്ന് ഈ മാസത്തെ അവസാനത്തെയും 4ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നിഫ്റ്റിയുടെ ഈ മാസത്തെ മന്ത്ലി എക്സ്പയർ ആയതിനാൽ തന്നെ മാർക്കറ്റിൽ ഹൈ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. US പ്രസിഡന്റ് ട്രംപ് പുതിയൊരു രാജ്യത്തിനെതിരെ അധിക തിരിവ് ചുമത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ നടക്കാനിരിക്കുന്ന 2 ഡെക്കേഡ്സ് ആയിട്ട് കാത്തിരുന്ന ഫ്രീ ട്രേഡ് ഡീലിനെ കുറിച്ചുള്ള കാര്യങ്ങളും വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. US ഉടലെടുത്ത പുതിയ നടപടികളെ തുടർന്ന് അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളിൽ ഉടലെടുത്ത അതിശക്തമായ സെല്ലിംഗിന്റെ ഫലമായിട്ടും കൂടാതെ നമ്മൾ വെള്ളിയാഴ്ച പോസ്റ്റ് മാർക്കറ്റിൽ കണ്ട മറ്റൊട്ടനവധി കാരണങ്ങൾ മൂലവും വെള്ളിയാഴ്ചയും ഇന്ത്യൻ മാർക്കറ്റിന് അതിശക്തമായ സെല്ലിംഗ് നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ചയും 4133.38 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 4102.56 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായ പ്രകാരം നിലവിൽ നിഫ്റ്റി അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളും ബ്രേക്ക് ചെയ്തുകൊണ്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലനിൽക്കുന്ന സാഹചര്യത്താലും കൂടാതെ ഇന്ത്യ വിക്സ് അതിന്റെ 7 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ട് നിലനിൽക്കുന്നതിനാൽ തന്നെ ഇനി നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 200 EMI ആയ 25,160 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. തുടർന്ന് 25,350, 25,450 എന്നീ ലെവലുകൾ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ വീക്കിലി ലോയായ 24,900 എന്ന ലെവൽ നല്ലൊരു സപ്പോർട്ട് ലെവലായിട്ട് മാറിയേക്കാം. എന്നാൽ ഒരുപക്ഷെ ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഏഷ്യൻ പെയിന്റ്സ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, ആദിത്യ വിഷൻ, ബിക്കാജി ഫുഡ്സ് ഇന്റർനാഷണൽ തുടങ്ങി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ Q3 ഏർണിംഗ്സിന്റെ റിസൾട്ടിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഇന്ന് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഇവയുടെ വിശദാംശങ്ങളൊക്കെ വിശദമായി തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇന്ത്യയിൽ നിന്നും ഇന്ന് പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെ ഇല്ല. പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റായി രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ വെളുപ്പിന് 6 മണിയോടുകൂടി ഓസ്ട്രേലിയയിൽ നിന്നും ഡിസംബർ മാസത്തെ NAB ബിസിനസ് കോൺഫിഡൻസ് ഡാറ്റയുടെ റിലീസ് ഉണ്ട്. ഇന്ന് ഇന്ത്യയിൽ രാജ്യത്താകമാനമുള്ള ബാങ്കിംഗ് തൊഴിലാളികൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്നും സൗത്ത് കൊറിയയ്ക്കെതിരായി നിലവിലെ 15% എന്ന താരിഫ് ലെവലിൽ നിന്നും 25% താരിഫ് കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിക്കുകയും ഉണ്ടായി. 2 ഡെക്കേഡ്സ് ആയിട്ട് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും കാത്തിരുന്ന ഫ്രീ ട്രേഡ് ഡീല് ചിലപ്പോൾ ഇന്നത്തോടുകൂടി തന്നെ നടന്നേക്കാം. കാരണം ഇന്നലത്തെ റിപ്പബ്ലിക് ഡേയുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് സീനിയർ യൂറോപ്യൻ യൂണിയൻ ലീഡേഴ്സും തലസ്ഥാനത്ത് ഇന്നലെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാറിനായിട്ടുള്ള ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കിയതായി വാണിജ്യ സെക്രട്ടറി ശ്രീ രാജേഷ് അഗർവാൾ ഇന്നലെ പറയുകയുമുണ്ടായി. 2007 മുതൽ ആരംഭിച്ചതാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഫ്രീ ട്രേഡ് ഡീലിനായിട്ടുള്ള ചർച്ചകൾ. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റും പ്രതീക്ഷിക്കുന്നത് ഇന്ന് ജനുവരി 27 കൂടിയിട്ട് ചരിത്രപരമായിട്ടുള്ള എഗ്രിമെന്റിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലേക്ക് എത്തിപ്പെടുമെന്നുള്ള പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നതും. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം പോസിറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ എല്ലാ ADR സ്റ്റോക്സിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായി ICICI ബാങ്ക് ADRന് 0.5%, HDFC ബാങ്ക് ADRന് 0.5%-ലേറെയും നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ADRന് 0.25%-അടുത്തും ബാക്കി എല്ലാ ADR സ്റ്റോക്സിനും 1% മുതൽ 1.25%-ഓളം നേട്ടം കൈവരിക്കുവാനും സാധിച്ചു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ S&P 500-ന് 0.5%-ന്റെയും നാസ്ഡാക്കിന് 0.5%-അടുത്തും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. എങ്കിലും നിലവിൽ US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 122 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും യൂറോപ്യൻ മാർക്കറ്റ്
മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റ് നേരിയ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ജർമ്മൻ മാർക്കറ്റിനും നേരിയ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടിയും കൊറിയൻ മാർക്കറ്റ് 0.5%-ലേറെയും നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും ഗോൾഡിന്റെയൊക്കെ വിലയിൽ 0.5%-ലേറെ ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $65.73 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $60.79 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $5025.59 പെർ ഔൺസ് എന്ന നിലയിലായിട്ടും വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.65 എന്ന നിലയിലും മാക്സ് പെയിൻ 25,250 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. വെള്ളിയാഴ്ച നേരിടേണ്ടി വന്ന അതിശക്തമായ ഇടിവിന്റെ ഫലമായിട്ട് ലോങ് ബെയറിഷ് ക്യാൻഡിലാണ് വീക്ക്നെസ്സിനെ സൂചിപ്പിച്ചുകൊണ്ട് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. കൂടാതെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജസുകളും ഡൗൺ ട്രെൻഡ് തുടരുകയുണ്ടായി. RSIയും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഓവർസോൾഡ് സോണായ 29.12 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുമുണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,300 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നതും 24,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.61 എന്ന നിലയിലും മാക്സ് പെയിൻ 59,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. കൂടാതെ ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് മന്ത്ലി എക്സ്പയർ നടക്കാനിരിക്കുന്നു. നിഫ്റ്റിയുടേതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിക്കും കഴിഞ്ഞ ദിവസം നേരിടേണ്ടി വന്ന അതിശക്തമായ ഇടിവിനെ തുടർന്ന് 58,800 എന്ന അതിശക്തമായ സപ്പോർട്ട്, കാരണം ഈ ലെവൽ പലപ്പോഴും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ ടൈംസിൽ ഗുഡ് സപ്പോർട്ടായിട്ട് തന്നെ വർക്ക് ചെയ്യുകയുമുണ്ടായി. ഈ ലെവലിലുള്ള സപ്പോർട്ട് ബാങ്ക് നിഫ്റ്റിക്ക് വെള്ളിയാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. തൽഫലമായി ബാങ്ക് നിഫ്റ്റിയിലും വീക്ക്നെസ്സിനെ സൂചിപ്പിച്ചുകൊണ്ട് ലോങ് റെഡ് ക്യാൻഡിൽ തന്നെയാണ് ദൃശ്യമാകുന്നതും. കൂടാതെ മിഡ് ഡേ മൂവിംഗ് ആവറേജിലുള്ള സപ്പോർട്ടും ബാങ്ക് നിഫ്റ്റിക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിലവിൽ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-20 ഡേ EMOകളുടെയും മിഡ് ഡേ മൂവിംഗ് ആവറേജായ 50 ഡേ EMAയുടെയും താഴെയായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളേണ്ടതായിട്ടും വരികയുണ്ടായത്. RSIയിലും ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 38.98 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. അതേസമയം 58,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 57,500 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. ആക്സിസ് ബാങ്ക് പ്രോഫിറ്റിൽ 3% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 5% ഉയർച്ച രേഖപ്പെടുത്തി. അൾട്രാടെക് സിമെന്റ് പ്രോഫിറ്റിൽ 26.8% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 22.8% വളർച്ചയും രേഖപ്പെടുത്തി. JSW എനർജി പ്രോഫിറ്റിൽ 150.2% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 67.4% വളർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ പ്രോഫിറ്റിൽ 88.9% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 5.2% ഉയർച്ച രേഖപ്പെടുത്തി. ഖാന്ത ഓയിൽ റിഫൈനറി ഇന്ത്യ പ്രോഫിറ്റിൽ 67.6% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 16.1% ഉയർച്ചയും രേഖപ്പെടുത്തി. ഗ്രാനുൾസ് ഇന്ത്യ പ്രോഫിറ്റിൽ 27.7% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 22% ഉയർച്ച രേഖപ്പെടുത്തി. DCB ബാങ്ക് പ്രോഫിറ്റിൽ 22% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 15% ഉയർച്ചയും രേഖപ്പെടുത്തി. HCL ടെക്നോളജീസ് സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ബുട്ടിക് വെൽത്ത് കൺസൾട്ടിംഗ് സ്ഥാപനമായ ഫിനർജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിനെ 19 ദശലക്ഷം സിംഗപ്പൂർ ഡോളറിന് ഏറ്റെടുക്കുന്നതിനുള്ള ഒരു നിശ്ചിത കരാറിൽ കമ്പനി ഒപ്പുവയ്ക്കുകയുണ്ടായി. ഈ ഇടപാട് 2026 ഏപ്രിൽ 30 പൂർത്തിയാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. വാരി റിന്യൂവബിൾ ടെക്നോളജീസ് അസോസിയേറ്റഡ് പവർ സ്ട്രക്ചേഴ്സിന്റെ ഏകദേശം 55% വരുന്ന ഓഹരികൾ 1,225 കോടി രൂപയ്ക്ക് ഏറ്റെടുക്കുന്നതിനായുള്ള ഒരു ബൈൻഡിംഗ് ടൈം ഷീറ്റിൽ കമ്പനി എൻ്റർ ചെയ്യുമെന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. PVR ഐനോക്സ്
4700 BC ബ്രാൻഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ മുൻനിര പ്രീമിയം സ്നാക്കിംഗ് കമ്പനികളിലൊന്നായ സിയാമൈസ് പ്രൈവറ്റ് ലിമിറ്റഡിലെ മുഴുവൻ നിക്ഷേപവും മാരിക്കോയ്ക്ക് 226.8 കോടി രൂപയുടെ മുഴുവൻ പണമിടപാടിലൂടെ വിറ്റുകൊണ്ട് കമ്പനി ധനസമ്പാദനം നടത്തി എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.